ഇവരൊക്കെ അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം, നമ്മളൊക്കെ ഇവിടെ ചെറുപ്പത്തിൽ ജീവിക്കുന്ന കാലത്ത് ഒരു ഡോക്ടറെ കാണണമെങ്കിൽ അരീക്കോട് പോകണം. ഒരു ഡോക്ടർ ജനിച്ച് വളർന്നിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അരീക്കോട് പോകണം. നമ്മളവിടെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ പോത്തടിപ്പാറമ്മൽ 4 ഡോക്ടർമാർ ഒരു പേരേല്, ഒറ്റ വീട്ടിൽ 4 ഡോക്ടർമാർ. അതുപോലെ ഇവിടെ എത്ര എഞ്ചിനീയർമാരുണ്ട്. അപ്പൊ വിദ്യാഭ്യാസപരമായിട്ട് നമ്മൾ ഈ മുന്നോട്ട് പോകുന്നതിന് സഹായിക്കുന്ന എന്ത് സംഘടനയായാലും, ഇളനീരല്ല, തേങ്ങ ആയാലും, മാങ്ങ ആയാലും, പച്ചമുളകായാലും, എന്ത് ഗേങ്ങായാലും ഇത് സ്തുത്യർഹമാണ്. തികച്ചും അഭിനന്ദിക്കുന്നു. അഭിനന്ദിക്കണം. ഈ അവസരത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൂടുതൽ നീട്ടുന്നില്ല, ഇവിടെ പരിപാടികൾ ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള അവസരങ്ങളിൽ തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗിക്കണം. കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പഠിക്കുക, 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 പിന്നെയും പഠിക്കുക. എന്താ മുദ്രാവാക്യം? പഠിക്കുക, പഠിക്കുക, പിന്നെയും പഠിക്കുക. സ്റ്റഡി എഗൈൻ ആൻഡ് എഗൈൻ എഗൈൻ എഗൈൻ. ഇതാണ് പറഞ്ഞത്. പഠിക്കുക, പഠിക്കുക, പഠിക്കുക. പഠിച്ചാൽ തീരൂല. അപ്പൊ നിങ്ങൾ പഠിക്കുക. പഠിച്ചിട്ട് നിങ്ങൾ ഈ നാടിന്റെ അഭിമാനമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഈ യോഗത്തിന് എന്നെ ക്ഷണിച്ചതിൽ സവിനയം ആശംസകൾ അർപ്പിച്ചുകൊണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. പോയി അതെ, കറണ്ട് പോയി. അടുത്തത് കൊട്ടകര സ്കൂളിൽ നിന്നും മുഴുവൻ വിഷയത്തിലും A+ നേടിയ NK മുഹമ്മദിന്റെ മകൾ NK ബഹുജത്ത് മൊമെന്റം നൽകുന്നതിന് വേണ്ടി അബൂബക്കർ രാജയെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി NK ബഹുജയെയും വേദിയിൽ ക്ഷണിക്കുന്നു. അടുത്തതുപോലെ തന്നെ കൊട്ടകര സ്കൂളിൽ നിന്ന് മുഴുവൻ വിഷയത്തിലും A+ നേടിയ ഷൗക്കത്ത് മാസ്റ്ററുടെ മകൻ D. അബ്ദുൽ ബസാമിന് മൊമെന്റോ നൽകുന്നതിന് വേണ്ടി മലക്കാർ രാജയെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി D. അബ്ദുൽ ബാസിമിനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു.